ഐ ആം സോ ഹാപ്പി ബ്രോ. വാ ഇപ്പൊ തന്നെ നമുക്ക് അച്ഛനും അമ്മയോടും പറയാം. വാ പറയാം. ഒരു പ്രശ്നമുണ്ട്. ഈ പ്രൊജക്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളൊരു പ്രസന്റേഷൻ ഷൂട്ട് ചെയ്ത് കൊടുക്കണം. എന്ത് പ്രസന്റേഷൻ? മോക്ക് വെഡിങ്. കേരളത്തിന്റെ പാരമ്പര്യത്തിനനുസരിച്ചുള്ള രീതിയിൽ ഒരു വിവാഹം ഷൂട്ട് ചെയ്ത് കൊടുക്കണമെന്ന്. അതാണ് അവരുടെ ആവശ്യം. അതും ബ്രാൻഡ് അംബാസിഡർ കല്യാണി ആയിരിക്കണം വധു. അത്രേ ഉള്ളോ? അത് ഈസി അല്ലേ? കല്യാണി ഡി രാജീവിന്റെ ഒറിജിനൽ കല്യാണം നമ്മൾ ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുക്കുന്നു. അതോടെ പ്രശ്നം തീർന്നില്ലേ? കറക്റ്റ്. ഞാനിത് ഡൊണാൾഡോട് പറഞ്ഞു നോക്കി. പക്ഷേ അവർക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നാളെയോ മറ്റന്നാളോ വേണമെന്നാ പറയുന്നത്. അതാണൊരു പ്രശ്നം. സംസാരിച്ച് ഞാനിത് ചെയ്തു കൊടുക്കാൻ നോക്കിയും പറഞ്ഞു. 100 crores പ്രൊജക്ട് അല്ലേ, വിടാനും പറ്റില്ലല്ലോ. സൂപ്പർ ബ്രോ, നോ ഇഷ്യൂ. നമുക്ക് കല്യാണോട് ഷൂട്ടിന് റെഡി ആവാൻ പറയാം. പറഞ്ഞതേ ഉള്ളൂ. കല്യാണി വാ. കല്യാണി അതെ, രാവിലെ തന്നെ ഇങ്ങനെ കറങ്ങി കിടക്കണ എന്താ? അകത്ത് ജോലിയൊന്നുമില്ലേ? രാവിലത്തെ ജോലിയൊക്കെ തീർത്തല്ലോ. ഇപ്പോ അനിയൻകുട്ടിന് സ്കൂളിൽ പോകാനുള്ള ബാഗ് ഒരുക്കി കൊടുക്കാൻ വന്നതാ. അവൻ പോയി. ഓഹോ, അത് ശരി. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ശമ്പളം വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിലാണ് പണിയെടുക്കുന്നത് അല്ലേ? ഇതെന്ന് തന്നെ അമ്മയോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അയ്യോ, ഞാൻ വെറും 5 മിനിറ്റ്. മാഡത്തിന് അറിയാ ഞാൻ. മിണ്ടായിരിക്കടാ. അവന്റെ ഒരു കല്യാണി, പറയാനൊരു വിശേഷമുണ്ട്. നമ്മുടെ ഹെർബൽ ബ്യൂട്ടി കമ്പനിക്ക് ഒരു പുതിയ പ്രൊജക്ട് കിട്ടിയിരിക്കുക. 100 കോടി രൂപയുടെ പ്രൊജക്ട്. 100 കോടി രൂപയോ? അതൊരു വലിയ തുകയല്ലേ? കേൾക്കുമ്പോ തന്നെ പേടി തോന്നാ. ഒപ്പം സന്തോഷമുണ്ട്. എന്നാലേ കല്യാണിക്ക് സന്തോഷമുള്ള മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ആദ്യത്തെ പ്രൊജക്ടില് തൃച്ചംബരത്തെ മൂത്ത മരുമകളുടെ ആഭരണങ്ങളൊക്കെ ഇട്ട് കല്യാണം അഭിനയിച്ചില്ലേ? അതുപോലെ ഇതിലും അഭിനയിക്കാൻ കല്യാണിക്ക് ഒരു ചാൻസ് തരുന്നു. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞാനാണ് കാസ്റ്റിംഗ് ഡയറക്ടർ. ഇതാണ് ക്രിയേറ്റീവ് ഡയറക്ടർ, മിസ്റ്റർ ആനന്ദ് കൃഷ്ണൻ ഓഫ് തൃച്ചംബരത്ത് ഫാമിലി. അയ്യോ, അനിയൻ എന്തൊക്കെയാ പറയണേ? ഞാൻ അഭിനയിക്കണമെന്നോ എന്ന് പറഞ്ഞ? അതേ കല്യാണി, നമ്മുടെ നാട്ടിലെ എല്ലാ ആചാരങ്ങളും ഉൾപ്പെടുത്തി നമുക്കൊരു കല്യാണം ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുക്കണം. വധുവായിട്ട് ബ്രാൻഡ് അംബാസിഡറായ കല്യാണി തന്നെ അഭിനയിക്കണമെന്ന സാഹിബിന്റെ ആവശ്യം. നാളെ ഷൂട്ടിംഗ് ഉണ്ടാവും. അമ്മയോട് ഞാൻ പറയാം. ഇന്ന് ഉച്ചയ്ക്ക് എന്നെ ലീവ് എടുത്ത് വല്ല ബ്യൂട്ടി പാർലറിലും പോയി ഫേഷ്യലോ ഹെയർ ഡ്രസ്സിങ്ങോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു ബ്യൂട്ടീഷ്യനോട് ഞാൻ വരാൻ പറയാം. എന്തു പറ്റി കല്യാണി? പെട്ടെന്ന് നീ അങ്ങ് മൂടിയായല്ലോ. എന്താ വിഷമം നിനക്ക്? തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് അഭിനയൊന്നും വേണ്ട വലിയ കുഞ്ഞ്. ഞാൻ എന്നും ഇവിടുത്തെ പാചകക്കാരിയായിട്ട് നിന്നോളാം. എനിക്ക് വയ്യ ഈ വേഷം കെട്ടലും അഭിനയമൊക്കെ. ദേവി ഇതെന്നെ നിർബന്ധിക്കരുത്. എന്റെ കല്യാണി, ഇതത്ര വലിയ കാര്യമൊന്നുമില്ല. അന്നത്തെ പോലെ വെറുതെ അങ്ങനെ നിന്നുകൊടുത്താ മതി. 100 കോടി പ്രൊജക്ട് ആയിരുന്നു. കല്യാണി ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയോണ്ടാ ഇങ്ങനെയൊക്കെ. ഇല്ല നീ കുഞ്ഞ്, അങ്ങനെയാണെങ്കിൽ എന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം. 100 കോടി പ്രൊജക്ട് ആയിരുന്നു. കല്യാണി ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയോണ്ടാ ഇങ്ങനെയൊക്കെ. ഇല്ല നീ കുഞ്ഞ്, അങ്ങനെയാണെങ്കിൽ എന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം. അഭിനയിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്നെ വിട്ടേക്ക് പ്ലീസ്. കല്യാണി, നിന്നെ തന്നെ അഭിനയിപ്പിച്ച് ഷൂട്ട് ചെയ്ത് അയക്കണമെന്ന് അവരുടെ കണ്ടീഷൻ. അല്ലെങ്കിൽ ഈ പ്രൊജക്ട് അങ്ങ് ക്യാൻസൽ ആവും. മാത്രമല്ല, ഇത് ഞാൻ വാക്ക് കൊടുത്തു കഴിഞ്ഞതാ. ഇനി മാറ്റാൻ പറ്റില്ല. വലിയ കുഞ്ഞ്, എന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. A cool man.
അമ്മ എന്ത് പറയുന്നത് ഭയന്ന നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞങ്ങൾക്കറിയാം. അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ച ഈ വിഷയം തീർന്നില്ലേ? നീ വാ, ഇപ്പൊ തന്നെ നമുക്ക് അമ്മയോട് പെർമിഷൻ ചോദിക്കാം. കറക്റ്റ്. ആദ്യം അമ്മയോട് കാര്യം അവതരിപ്പിക്കാം. അമ്മ സമ്മതം പറഞ്ഞ കല്യാണി അഭിനയിച്ചോളൂ. വാ പോവാം. വലിയ നീ എന്താ ഈ പേടിക്കുന്നേ? അമ്മയോട് ചോദിക്കാലോ നമുക്ക്. ഇനി അമ്മ തീരുമാനിക്കട്ടെ കാര്യങ്ങള്. അതിനു മുമ്പ് ഒരു ഡിസ്കഷനും വേണ്ട. നീ ഒന്നും മിണ്ടാതെ കൂടെ വന്നാ മതി. വാ. ആ കമല, ഞാൻ വിളിച്ചത് ചെക്ക് ബുക്ക് കൊണ്ടുവന്നില്ലേ? ആ കൊണ്ടുവന്നു മാഡം. ഓക്കെ. ഒരു തുളസീധരക്കുറിപ്പുണ്ട്. പണ്ട് നമ്മുടെ കമ്പനിയിൽ 10-15 വർഷം സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്ത ആളാ. ഓക്കെ. പാവം, ഇപ്പോ കാല് മുറിച്ച് കിടപ്പിലായി പോയി. ഓ, അന്ന് കല്യാണിയെ കാണാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴാ ഞാൻ കാര്യം അറിഞ്ഞത്. ആ കമല ഇന്ന് തന്നെ അവിടം വരെ ഒന്ന് പോണം. ദാസേട്ടനെയും കൂട്ടിക്കോ. വീടൊക്കെ ദാസേട്ടൻ അറിയാം. ഓക്കെ മാഡം. ആ ചെക്ക് ബുക്ക് ഇങ്ങിതാ. $2 ലക്ഷം രൂപയുടെ ചെക്കാ. ഇതാ വീട്ടിൽ പോയി അയാൾക്ക് നേരിട്ട് തന്നെ കൊടുക്കണം. ശരി മാഡം. ആഹാ, എന്താ രാവിലെ? ഓഫീസിൽ പോകാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലേ? അമ്മേ, ആ ഡൊണാൾഡ് വിളിച്ചിരുന്നു. കെവിൻ കോർപ്പറേറ്റ്സിന്റെ ഒരു കോൺട്രാക്ട് നമുക്ക് ഓഫർ ചെയ്തിരിക്കുക. വൗ, ദാറ്റ്സ് ഗ്രേറ്റ്. കെവിൻ കോർപ്പറേറ്റ്സ് ഇന്റർനാഷണൽ റെപ്യൂട്ടേഷൻ ഉള്ള ഒരു കമ്പനിയാണ്. അതെ അമ്മേ, ഇപ്പൊ ഫോൺ വന്നതേ ഉള്ളൂ. ഡൊണാൾഡിനോട് ഓഫർ കൺഫേം ചെയ്യാന്ന് ഞാൻ വാക്കുകൊടുത്തു. അതുമല്ല, 100 കോടിയാ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. ഗുഡ്, വളരെ നല്ല കാര്യം. നമ്മളന്ന് ഇവളെ വെച്ച് അയച്ച ഫോട്ടോ അവർക്ക് ബോധിച്ചു അല്ലേ? അതെ അമ്മേ, കുറച്ച് കൺഫ്യൂഷൻ വന്നെങ്കിലും നമ്മളന്ന് കറക്റ്റ് ടൈമിന് അയച്ചു കൊടുത്തതാ ഗുണമായത്. അതുപോലെ ഈ പ്രോജക്റ്റ് ഓക്കെ ആവുന്നതിനും നമ്മൾ അവർക്കൊരു പ്രോഗ്രാം പ്രസന്റ് ചെയ്യേണ്ടി വരും. പ്രോഗ്രാമോ? എന്ത് പ്രോഗ്രാം? അതമ്മേ, നമ്മൾ കേരളത്തിന്റെ പരമ്പരാഗത രീതിയിലുള്ള ഒരു കല്യാണം നടത്തി ഷൂട്ട് ചെയ്തയക്കണം. സ്ട്രിക്ട്ലി ട്രഡീഷണൽ രീതിയിൽ. അതിനെന്താ, ഈസി അല്ലേ? അത് ചെയ്ത് അയച്ചു കൊടുക്കണം. ഏതെങ്കിലും മോഡൽസിനെ വിളിച്ച് ഒരു കല്യാണം ഷൂട്ട് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തോളൂ. സമാധാനമായി. കല്യാണി ആകെ പേടിച്ചു പറിച്ചിരിക്കുന്നു. അതിന് കല്യാണി എന്തിനാ പേടിക്കുന്നത്? മനസ്സിലായില്ല. അതമ്മേ, നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറിനെ വെച്ച് കല്യാണം ഷൂട്ട് ചെയ്യണമെന്ന ഡൊണാൾഡിന്റെ ഒരു പ്രധാന കണ്ടീഷൻ. ഞങ്ങൾ കാര്യം പറഞ്ഞപ്പോ കല്യാണി അഭിനയിക്കാൻ പറ്റില്ലെന്നാ പറയുന്നത്. അവക്കിപ്പോ ഭയമാണെന്ന്. അമ്മ ഒരു വാക്ക് പറഞ്ഞ കല്യാണി അഭിനയിക്കും. അതാ ഞങ്ങൾ ഇവിടെ വിളിച്ചോണ്ട് വന്ന്. സോറി ആനന്ദ്, നമുക്ക് ഈ പ്രോജക്റ്റ് വേണ്ട. ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ അമ്മ, ഇത് 100 കോടി പ്രൊജക്റ്റ് അമ്മ. ലീവ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞാല് 10,000 കോടിയുടെ പ്രോജക്റ്റ് ആണെങ്കിലും ഐ ഡോണ്ട് കെയർ. നോ മീൻസ് നോ. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഇനി ഒരാഴ്ച തികച്ചില്ല ഇവളുടെ കല്യാണം നടക്കാൻ. അതിനു മുൻപ് വേറൊരുത്തന്റെ മുന്നിലിരുന്ന് ആചാരപ്രകാരം താലി കെട്ടാൻ കഴുത്ത് നീട്ടിക്കൊടുക്കാൻ പറയുന്നത് മര്യാദകേടാ. ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് കുട്ടിക്കളിയാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? അമ്മ, ഇതിനത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ആൾക്കാരെ അറിയിച്ച് കത്ത് കൊടുത്ത് വിളിച്ചെടുത്ത കല്യാണമൊന്നും അല്ലല്ലോ. ഒരുടെ അമ്മി അതങ്ങനെ എടുത്താ പോരെ. യു ഷട്ട് അപ്പ്. കല്യാണി പട്ടണത്തിൽ പഠിച്ചു വളർന്ന പെൺകുട്ടിയല്ല. അവളൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന പെണ്ണ. അവൾക്ക് ഈ ഡെമ്മി കല്യാണം എന്നൊന്നും പറഞ്ഞാൽ അറിയില്ല. കല്യാണത്തിലും താലിയിലുമൊക്കെ
അവൾക്ക് അവളുടേതായ ഒരു വിശ്വാസമുണ്ട്. അതില്ലാതാക്കിക്കൊണ്ട് ഒരു ഡെമോ കല്യാണവും വേണ്ട. കല്യാണിയും രാജീവും തമ്മിലുള്ള നിശ്ചയം കഴിഞ്ഞു. ഇനി അവളുടെ കഴുത്തിൽ താലി കെട്ടേണ്ടതും കൈ പിടിക്കേണ്ടതും രാജീവ, മറ്റൊരാൾ പാടില്ല. ആ കല്യാണം ഈ വിലാസിനി നടത്തിയത് തന്നെ. ഈ പ്രോജക്റ്റ് കിട്ടിയേ തീരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആർട്ടിസ്റ്റുകളെയോ മോഡലുകളെയോ വെച്ച് പ്രോഗ്രാം ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുക്കണം. അവർക്കത് സമ്മതമല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് തന്നെ വേണ്ടാന്ന് വെക്കണം. അതാണ് ഇതിന്മേലുള്ള എന്റെ ഡിസിഷൻ. ബ്രോ എന്തോന്നും മിണ്ടാതെ നിൽക്കുന്നേ. ദേ, ഇതാ കമ്പനി നമുക്ക് തരുന്ന സാമ്പിൾ കോൺട്രാക്റ്റാ. ഇത് ചെയ്തു കൊടുത്താൽ നെക്സ്റ്റ് ടൈം നമുക്ക് കിട്ടാൻ പോകുന്ന 1000 കോടിയുടെ ഇരട്ടി പ്രൊജക്റ്റ് ആയിരിക്കും. ദേ, ഇങ്ങനെ സൈലന്റ് ആവാതെ ബ്രോ പറഞ്ഞ അമ്മ കേൾക്കും. ഒന്ന് പറ ബ്രോ. അതല്ല അരവിന്ദ്, അമ്മ പറയുന്നത് ശരി. ഈ പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്യാൻ ഞാൻ ഡൊണാൾഡിനെ വിളിച്ച് പറയാം. അമ്മേ, ഇത് നല്ലൊരു അവസരമാണ്. ഇത് മിസ് ചെയ്താൽ ഇനി അവരുടെ കോൺട്രാക്ട് നമുക്ക് ഒന്നും കിട്ടില്ല. പ്ലീസ് അമ്മേ, പ്ലീസ്. ആനന്ദ്, 1 minute, I'll call you back. അമ്മേ, വേണമെങ്കിൽ ഒരു കാര്യം ഞാൻ സമ്മതിക്കാം. ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഡെമോ കല്യാണത്തിൽ കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് മോഡലുകളോ ആർട്ടിസ്റ്റുകളോ ഒന്നും ആവരുത്. പകരം രാജീവായിരിക്കണം. അതും രാജീവിന് സമ്മതമാണെങ്കിൽ മാത്രം. എന്താ നടക്കൂ? അത് നടക്കും അമ്മേ, നടക്കും. ഞാൻ ഇപ്പൊ തന്നെ രാജീവിനെ വിളിച്ച് ചോദിക്കാം. ജസ്റ്റ് ഗീവ് മീ എ സെക്കൻഡ്. ഹലോ സർ. ഹലോ രാജീവേ. പറഞ്ഞോളൂ സർ. രാജീവേ, കെവിൻ കോർപ്പറേറ്റ്സിന്റെ ഒരു കോൺട്രാക്ട് നമ്മുടെ കമ്പനിക്ക് കിട്ടി. കൺഗ്രാറ്റുലേഷൻ സർ. അത് ലോകോത്തര കമ്പനിയല്ലേ? വളരെ സന്തോഷം. ആ പ്രൊജക്ടിന് വേണ്ടി ഒരു ഡെമോ കല്യാണം ഷൂട്ട് ചെയ്ത് അയക്കണം. കല്യാണ പെണ്ണായിട്ട് കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറായ കല്യാണി തന്നെ അഭിനയിക്കണമെന്ന് അവരുടെ നിർബന്ധം. അങ്ങനെയാണെങ്കിൽ കല്യാണ ചെറുക്കനായി രാജീവ് അഭിനയിക്കുമെന്ന് അറിയാനാ ഞാനിപ്പോ വിളിച്ചത്. സാർ, ഞാനോ? അതെ, രാജീവ് തന്നെ. വധു കല്യാണിയാവുമ്പോ വരൻ രാജീവ് ആവുന്ന നല്ലതെന്ന് അമ്മ പറഞ്ഞു. രാജീവിന് ഒബ്ജക്ഷൻ ഉണ്ടോന്ന് അറിയണമല്ലോ. എന്റെ കമ്പനിക്ക് ഒരു പുതിയ പ്രോജക്റ്റ് ഇടുന്ന കാര്യമല്ലേ സർ? സന്തോഷത്തോടെ ഞാൻ ചെയ്യും. താങ്ക് യു രാജീവ്, താങ്ക് യു. താങ്ക് യു സർ. അമ്മേ, രാജീവ് ഓക്കെ പറഞ്ഞു. ശരി, എങ്കിൽ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. പിന്നൊരു കാര്യം, ഈ പ്രോജക്റ്റ് ഓക്കെ ആകുമ്പോൾ 1% ഷെയർ കല്യാണിക്കും രാജീവിനും കല്യാണ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം. അതൊരു കോമ്പൻസേഷൻ ആണ് അവരുടെ കല്യാണ വീഡിയോ വിറ്റതിന്. ശരിയമ്മേ, അങ്ങനെ ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. യു ക്യാരി ഓൺ. അടിപൊളി. അമ്മേ, 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 അമ്മേ. താങ്ക്സ് അമ്മേ, താങ്ക്സ് ലോട്ട്. കല്യാണി, ഇനിയെങ്കിലും ഓക്കെ അല്ലേ? ദേ, ഓർഡർ വന്നിരിക്കുന്നതേ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിന്നാ. കിട്ടാൻ പോകുന്ന സമ്മാനേ 100 കോടിയുടെ 1%, 1 കോടി രൂപ.
പോടാ അവിടുന്ന്. വെറുതെ അവളെ ടെൻഷൻ അടിപ്പിച്ചു. ഓ, നൂറ് കോടിയുടെ 1%, 1 കോടി രൂപ. ഹ്, അതും വീട്ടുവേലക്കാരി കല്യാണിക്ക്. എന്ത് വില കൊടുത്തും ഇത് തടഞ്ഞേ പറ്റൂ. ഡെമോ ആണെങ്കിലും ഡമ്മി ആണെങ്കിലും ഈ കല്യാണം ഷൂട്ട് ചെയ്താലല്ലേ കോൺട്രാക്ട് കിട്ടൂ. ഹ്, അതിനു മുമ്പ് കല്യാണ പെണ്ണോ ചെക്കനോ ചത്തുപോയാൽ എന്ത് സംഭവിക്കും? കല്യാണം മുടങ്ങും. മുടങ്ങിയേ പറ്റൂ. തൃച്ചംബരത്തിന് 100 കോടിയുടെ കോൺട്രാക്ട് വേണ്ട. അതാണ് എന്റെ തീരുമാനം, എന്റെ സ്വന്തം തീരുമാനം. ഞാൻ നടപ്പാക്കുന്ന തീരുമാനം. ആന്റി എന്തിനാ ഓഫ് ചെയ്തത്? ഇപ്പൊ നായിക്ക് നായകന്റെ അമ്മ വിഷം കൊടുക്കുന്ന സീനായിരുന്നു. കഥയിൽ ആ തള്ള ചാവണേന്ന് ഞാൻ നേർച്ചു നേർന്നിരിക്കാം. അവളുടെ ഒരു നേർച്ച. നീ ഇവിടെ ഇങ്ങനെ സീരിയലും കണ്ടോണ്ടിരുന്നോ? അവിടെ മിടിക്കുകള് ബമ്പർ അടിച്ചോണ്ടിരിക്കുക. ബമ്പർ. ബമ്പറാ? ബമ്പറോ? അതാരാ ആന്റി ഈ വീട്ടിൽ ലോട്ടറി എടുത്തേ? ആ, അഖിലാന്റി ആയിരിക്കും. അതാണ് ആന്റിക്ക് ഇത്ര ദേഷ്യം. ചി, മിണ്ടാതിരിടി തീറ്റപ്രാന്തി. ഇവിടെ നടക്കുന്ന ഓരോന്ന് കാണുമ്പോ മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ച് സ്വയം കത്തിയിരിയ. അപ്പോഴാ അവളുടെ ഒരു... അതിനു വേണ്ടി ഇപ്പൊ എന്താ സംഭവിച്ചേ? അത് ആന്റി പറഞ്ഞില്ലല്ലോ. പറയാൻ പുതിയതായിട്ടൊന്നുമില്ല. നീ കേട്ടിട്ടില്ലേ? 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാനെന്ന്. ഇവിടെ ഇപ്പൊ അതാ സംഭവിച്ചോണ്ടിരിക്കുന്നത്. എന്തോന്ന്? തണ്ടലിന് എന്തോ പറ്റിയിട്ട് നടക്കാൻ പറ്റുന്നില്ലെന്നോ? ഹോ, എന്തൊക്കെയാ ആന്റി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെങ്ങനെ മനസ്സിലാവാനാ? ആകെ ഈ വായ മാത്രമല്ലേ ഉള്ളൂ എപ്പോഴും പ്രവർത്തിക്കുന്നത്. എടി, കുറച്ചു നാൾ മുമ്പ് ഒരു ചെമ്പരത്തി ചെടിയുമായിട്ട് ഇവിടെ വലിഞ്ഞു കയറി വന്ന ഒരു നരുന്ത് പെണ്ണിന് 100 കോടിയുടെ 1%, അതായത് 1 കോടി രൂപ സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നു. 1 കോടി രൂപ സമ്മാനോ? അതെ. ആനന്ദിന് കിട്ടാൻ പോകുന്ന 100 കോടിയുടെ 1% കല്യാണിക്കുള്ള സമ്മാനം. അതെന്തിനാ ആന്റി കല്യാണിക്ക് 1 കോടി രൂപ കൊടുക്കുന്നത്? എടി, നേരത്തെ ഒരു പ്രോജക്റ്റിന് വേണ്ടി തൃച്ചംബരത്തെ മൂത്ത മരുമകളിടേണ്ട ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് കല്യാണിയുടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തില്ലേ? ആ, അതുപോലെ ഈ 100 കോടി പ്രോജക്റ്റിലും കല്യാണി ഒരു കല്യാണ പെണ്ണായിട്ട് അഭിനയിക്കണോന്ന്. അവൾ അഭിനയിച്ചാലേ ഈ പ്രോജക്റ്റ് ഓക്കെ ആവുള്ളൂന്ന്. അതിനുവേണ്ടി കല്യാണിയും അവളെ കെട്ടാൻ പോകുന്ന രാജീവിനെയും വെച്ച് ഒരു ഡെമോ കല്യാണം ഷൂട്ട് ചെയ്യാൻ പോവാ. അതിനുശേഷം സായിപ്പ് കൊടുക്കുന്ന 100 കോടിയിൽ നിന്നും 1 കോടി കല്യാണിക്കും രാജീവിനും കല്യാണ ഗിഫ്റ്റായിട്ട് കൊടുക്കാനേ അഖിലാണ്ടേശ്വരിയുടെ ഓർഡറാ. സൂപ്പർ. കല്യാണിയും അവളെ കെട്ടാൻ പോകുന്ന രാജീവിനെയും വെച്ച് ഒരു ഡെമോ കല്യാണം ഷൂട്ട് ചെയ്യാൻ പോവാ. അതിനുശേഷം സായിപ്പ് കൊടുക്കുന്ന 100 കോടിയിൽ നിന്നും 1 കോടി കല്യാണിക്കും രാജീവിനും കല്യാണ ഗിഫ്റ്റായിട്ട് കൊടുക്കാനേ അഖിലാണ്ടേശ്വരിയുടെ ഓർഡറാ. സൂപ്പർ. ആന്റി, അപ്പൊ ഈ കല്യാണിയെ മാറ്റിയിട്ട് ഞാൻ അഭിനയിച്ചാലേ ആ 1 കോടി എനിക്ക് കിട്ടോ? കിട്ടും. കാത്തിരുന്നോ. നീ എന്നാ ബ്രാൻഡ് അംബാസിഡർ കോമ്പറ്റീഷനിൽ ജയിച്ചിരുന്നെങ്കിൽ കിട്ടിയന്. അവിടെ തോറ്റ് തൊപ്പയിട്ടില്ലേ? ഇനി എന്തിനാ പറയുന്നേ? ആന്റി, തൊപ്പിയല്ല, കിരീടം. അത് തോറ്റവർക്കല്ല, ജയിച്ചവർക്കാ. ആന്റിക്ക് ഒട്ടും ജനറൽ നോളജ് ഇല്ല. കഷ്ടം. ആ, പോട്ടെ. ഇനിയിപ്പൊ അവള് തന്നെ അഭിനയിച്ചോട്ടെ. നമുക്ക് അങ്ങ് വിട്ടേക്കാന്നേ. ഒരിക്കലുമില്ല, വിടില്ല ഞാൻ. ആ കല്യാണവും ഷൂട്ടിങ്ങും നടക്കാൻ പാടില്ല. ഞാൻ ഈ തൃച്ചംബരം തറവാട്ടിലെ 2ാമത്തെ മരുമകളാ. എനിക്ക് കിട്ടാത്തതൊക്കെയാ ആ അടുക്കളക്കാരിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നെ. അതൊക്കെ ആലോചിക്കുമ്പോ അവളെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് ജയിലിൽ പോയാലോന്ന് വരെ എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും ഇവിടെ ഉള്ളവർക്ക് ആ പ്രോജക്റ്റ് കിട്ടരുത്.
പ്രോജക്റ്റ് കിട്ടിയാലല്ലേ അവൾക്ക് 1 കോടി കിട്ടൂ. രാജീവും കല്യാണിയുമായിട്ടുള്ള ഈ ഡെമോ കല്യാണം നടക്കില്ല. എന്ത് വില കൊടുത്തും ഈ വിലാസിനി അത് മുടക്കിയിരിക്കും. ഇനി 24 മണിക്കൂറേ ഉള്ളൂ സമയം. എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നീ കൂടി ഒന്ന് ആലോചിക്ക എന്താ ചെയ്യാൻ പറ്റുക.